അഴീക്കോട് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൽ 51ാം വാർഷിക ദിനം ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് VK രാജു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആ ഒരു കാലഘട്ടം ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പാതി വഴി നമ്മൾ പിന്നിട്ടു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ ഒരു കാലഘട്ടം ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന പേരൻസും അതുപോലെ തന്നെ അവരുടെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണ് ഈ കലാലയത്തിൻ്റെ സമ്പത്ത്. നമ്മളൊരു 100 വർഷം എടുത്ത് 50 വർഷം കഴിഞ്ഞ് 100 വർഷമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കലാലയത്തിൻ്റെ തിരുമുറ്റത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സമൂഹമായിരുന്നു ഇന്ന് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ കഴിവുള്ള ആ ഒരു പരിണാമം നമുക്ക് സംഭവിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അംഗീകാരം. ഏതൊരു കുട്ടിക്കും ഇന്ന് കലാലയത്തിൽ പോയി പഠിക്കാം. പണ്ട് പള്ളിക്കൂടങ്ങളുള്ളപ്പോൾ അവിടെ ചില വേർതിരിവുകളുണ്ടായിരുന്നു. ആ ചില ജാതിയിൽ ജനിച്ചവർക്ക് മാത്രമേ അന്ന് കലാലയത്തിൽ പോയി പഠിക്കാൻ കഴിയുമായിരുന്നുള്ളെങ്കിൽ ഇന്നത് മാറി. ഇന്നെല്ലാവർക്കും കേരള മണ്ണിൽ മലയാള നാട്ടിൽ ജനിക്കുന്ന എല്ലാവർക്കും കലാലയത്തിൽ വന്ന് പഠിക്കാനുള്ള ഒരു സാധ്യത കൊണ്ടുവന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ അതുപോലെ തന്നെ ദുഃഖകരമായ ഒരു കാഴ്ച, ഇന്ന് കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നമ്മൾ ഇന്നലെ യൂട്യൂബിലേക്ക് വൈറലായ ഒരു സംഭവം കണ്ടു. പാലക്കാട്, തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് ജില്ലയിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി പ്രധാന അധ്യാപകനെ മുമ്പിൽ വെച്ചിട്ട് തൻ്റെ വീഡിയോ എടുക്കുന്ന മറ്റൊരു അധ്യാപകനോട് കൈ ചൂണ്ടി പറയുകയാണ്, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയെന്ന് കലാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മുന്നിരുന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ് ലീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി AM സിജിത വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട അൽവേണിയ പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വിനയ ബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PK ശ്യാംകുമാർ കുട്ടികളുടെ പത്രക്കുറിപ്പ് പ്രകാശനം ചെയ്തു. കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ പൂളത്ത് മുഖ്യാതിഥിയായിരുന്നു. എഴുത്തുകാരൻ ബിജു ദാസ് ഇറിയാഡ് വിജയികളെ ആദരിച്ചു. അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ ദേവാലയം റെക്ടർ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ, എറിയാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം, മാർത്തോമ EM UP സ്കൂൾ മാനേജർ സിസ്റ്റർ റോസ്മേരി, അലുമിനി പ്രസിഡന്റ് ഡോക്ടർ ബെനീഷ് ബാബു, PTA വൈസ് പ്രസിഡന്റ് കനകരാജ്, സ്റ്റാഫ് പ്രതിനിധി ധന്യ രാജേഷ്, സ്കൂൾ ലീഡർ CD നിവേദ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു.